വെൽക്കം ടു സാലി കിച്ചൺ. ഇന്ന് ഞാൻ പെർഫെക്റ്റ് ആയിട്ടുള്ള ഗുലാബ് ജാമുൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ശരിക്കും നമ്മൾ പുറത്ത് ബേക്കറികളിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റുള്ള ഗുലാബ് ജാമുൻ ഈദിൻ്റെ സമയത്ത് ഡെസേർട്ടായിട്ടൊക്കെ നിങ്ങൾക്ക് സെർവ് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഗുലാബ് ജാമുൻ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് 2 കപ്പ് പാൽപ്പൊടിയാണ് വേണ്ടത്. ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് 2 കപ്പ് പാൽപ്പൊടി ആഡ് ചെയ്യാണ്. അപ്പോൾ ഏത് പാൽപ്പൊടി ഉപയോഗിക്കാം. ഞാനിപ്പോൾ അൽമറായുടെ പാൽപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത്. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കണം. ശരിക്കും നിങ്ങൾ ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, പക്ഷേ അത് റൂം ടെമ്പറേച്ചറിലായിട്ടില്ല. അപ്പോൾ ഈ ഒരു നെയ്ക്ക് പകരം നിങ്ങൾക്ക് റൂം ടെമ്പറേച്ചറിലുള്ള 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്താലും മതി. ഇനിയിപ്പോൾ നമുക്കിത് കൈവച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബേക്കിംഗ് പൗഡറാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ബേക്കിംഗ് പൗഡർ ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്താൽ മതി. ബേക്കിംഗ് സോഡ ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും. അപ്പ സോഡ എന്നൊക്കെ പറയുന്ന ആ ഒരു ബേക്കിംഗ് സോഡ. ഇപ്പോൾ ഞാനൊരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ബേക്കിംഗ് സോഡ നല്ല സ്ട്രോങ് ആണ്. അപ്പോൾ നിങ്ങൾ 1/4 ടീസ്പൂണിലധികം ഒരിക്കലും ചേർത്ത് കൊടുക്കരുത്. അതിൻ്റെ കളറേ ചേഞ്ച് ആയി പോവും. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂണോളം മൈദ ചേർത്ത് കൊടുക്കണം. അപ്പോൾ മൈദയും കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. റവ ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കുന്നതിനേക്കാളും നല്ല റിസൾട്ട് കിട്ടുന്നത് ഇതുപോലെ കുതിർത്തി വെച്ചിട്ട് കൊടുക്കുമ്പോഴാണ്. റവ ഡയറക്റ്റായിട്ട് ചേർക്കുമ്പം ആ ഒരു പുറംഭാഗമൊക്കെ നല്ലൊരു ക്രിസ്പി ആയിട്ട് ആ ഉള്ളിൽ അത്ര സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നില്ല. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് കുതിർത്തി വെച്ചിട്ട് ചേർത്ത് കൊടുത്തോളൂ. ഇപ്പോൾ ഞാൻ ഒരു 2 ടേബിൾ സ്പൂണോളം റവ ഈ ഒരു ചെറിയ ബൗളിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ടൊരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊരു 5-10 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കണം. അതൊന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിലേക്ക് വറുത്ത റവയായാലും വറുക്കാത്ത റവയായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ആ ഒരു പാൽപ്പൊടീൻ്റെ ഒക്കെ കൂട്ടുണ്ടല്ലോ, അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിത് കുഴച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അധികം പ്രഷർ കൊടുത്തിട്ട് കുഴച്ചെടുക്കരുത്. ജെൻറ്റലായിട്ട് ചെറുങ്ങനെ പ്രഷർ കൊടുത്താൽ മതി. ഇപ്പോൾ ഞാനൊരു 1/4 കപ്പ് പാലും കൂടി ചേർക്കുന്നുണ്ട്. ചില പാൽപ്പൊടീൻ്റെ ഇതിനനുസരിച്ചിട്ട് 1-2 സ്പൂണ് പാൽ അധികം വേണ്ടി വരും. അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്യാം. പിന്നെ അധികം പ്രഷർ കൊടുക്കരുത്. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ നല്ല പ്രഷർ കൊടുക്കരുത്. അപ്പോൾ ഗുലാബ് ജാമുൻ സോഫ്റ്റായി കിട്ടൂല. ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. കട്ടകളൊന്നും ഉണ്ടാവാൻ പാടില്ല. പിന്നെ നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ ചെറിയ നനവുണ്ട് എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമ്മളിതൊരു 10 മിനിറ്റ് മാറ്റി വെക്കുന്നുണ്ട്. അധികം നനവല്ല, നമ്മുടെ കൈ തൊട്ടുമ്പോൾ ചെറിയൊരു നനവുണ്ട് എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ ആ 10 മിനിറ്റ് മാറ്റി വെക്കുന്നുണ്ടല്ലോ, ആ സമയത്ത് അത് കറക്റ്റായി കിട്ടിക്കോളും. അപ്പോൾ ഇതുപോലെ ഞാനൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. കട്ടകളൊന്നുമില്ല, ഇങ്ങനെ എല്ലാം കൂടി ഒന്ന് പിടിക്കുന്ന രീതിയിലൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് മാറ്റി വെക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇത് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കണം. കയ്യിൽ നെയ്യും ഒന്നും തടവേണ്ട ആവശ്യം വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തടവി കൊടുക്കാം. ഞാനിപ്പോൾ ഒന്നും തടവിയിട്ടില്ല. ചെറിയൊരു ബോൾ എടുത്തിട്ട് ഇതുപോലെ 2 കൈയും വെച്ച് ഉരുട്ടിയെടുക്കുക. ഒട്ടും ക്രാക്ക് ഇല്ലാതെ തന്നെ ഉരുട്ടിയെടുക്കാൻ ശ്രമിക്കണം. ക്രാക്ക് ഉണ്ടെങ്കിലാണ് അത് പൊട്ടിപ്പോവുക എണ്ണയിലിടുന്ന സമയത്ത്. ഈ ഒരു സൈസിൽ ആക്കിയെടുത്താൽ മതി. നമ്മളിതിലേക്ക് ബേക്കിംഗ് പൗഡർ ചേർത്തുകൊണ്ട് ഫ്രൈ ചെയ്യുന്ന സമയത്ത് കുറച്ച് പൊങ്ങി വരും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ വലിയ സൈസാക്കി എടുക്കുകയാണെങ്കിൽ അത് പൊങ്ങി കിട്ടിയും കൂടി ചെയ്യുമ്പോൾ വലിയ ഗുലാബ് ജാമുനായി പോവും. കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. ഞാൻ ഈ ഒരു സൈസിലാണ് ആക്കിയെടുക്കുന്നത്. അപ്പോൾ അത് പൊങ്ങി കിട്ടുമ്പോൾ കറക്റ്റായിട്ട് കിട്ടിക്കോളും. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കാം. 2 കൈയും വെച്ചിട്ട് നല്ല പ്രഷർ കൊടുത്തിട്ട് തന്നെ ഉരുട്ടിക്കോളൂ. എന്നാലേ നമുക്ക് ആ ക്രാക്ക് ഇല്ലാണ്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ എല്ലാം ഞാൻ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ മാറ്റി വെക്കുന്നൊന്നുമില്ല. നമ്മളിപ്പോൾ തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കും. എല്ലാം ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു അളവിൽ ഒരു 30 ഗുലാബ് ജാമുനാണ് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു സൈസിലുള്ള 30 എണ്ണം. ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പിന്നെ നമ്മുടെ ഓയിൽ നല്ല ചൂടുള്ള സമയത്ത് ഇട്ട് കൊടുക്കരുത്. അപ്പോൾ ഇട്ട വശം തന്നെ അത് കറുത്തു പോകും. നല്ല ലോലായിപ്പോയാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അത് നല്ലോണം എണ്ണ കുടിക്കുകയും ചെയ്യും. അപ്പോൾ ഒരു മീഡിയത്തിൽ വെച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഒരു സമയം നമുക്കൊരു 10-15 എണ്ണമൊക്കെ ഫ്രൈ ചെയ്തെടുക്കാം. ചെറുതായിട്ടല്ലേ നമ്മൾ ഉണ്ടാക്കിയെടുത്തത്. ഓരോന്നായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ ഒട്ടും ക്രാക്കില്ലാതെ നമ്മൾ ചെയ്തെടുത്തുന്നുണ്ടെങ്കിൽ ഇത് പൊട്ടിപ്പോവുകയും ചെയ്യൂല. നമ്മൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുക്കുമ്പോൾ മാത്രമേ എല്ലാ ഭാഗവും ഒരുപോലെ
ആയി കിട്ടുള്ളൂ. ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാ ഭാഗത്തും ഒരേ കളറായി കിട്ടും. അല്ലെങ്കിൽ പിന്നെ ഒരു ഭാഗം നല്ല ഒരു ബ്രൗൺ കളറായിരിക്കും, മറ്റേ ഭാഗം കുക്കായിട്ടുണ്ടാവില്ല. ഇതുപോലെ പതുക്കെ റോൾ ചെയ്തെടുക്കുക. ആദ്യം ഒന്ന് കുക്ക് ചെയ്ത് കിട്ടാൻ മാത്രമേ പണിയുള്ളൂ. പിന്നെ നമുക്കത് പൊട്ടിപ്പോവൊന്നും ചെയ്യില്ല, അത് വെന്തല്ലോ. അപ്പം ഇങ്ങനെ കളർ ചേഞ്ചായി വരുന്നുണ്ട്. ഇപ്പോൾ ഒരു ബാച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ എണ്ണയിൽ നിന്ന് മാറ്റാണ്. എണ്ണയിൽ നിന്ന് മാറ്റുന്ന സമയത്ത് നല്ലോണം ഓയിൽ കളയണം. പിന്നെ ഇതുപോലെ ആറ്റി നന്നായിട്ട് ഓയിൽ കളഞ്ഞിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിതിപ്പോൾ ടിഷ്യൂ പേപ്പറിലേക്കാണ് മാറ്റുന്നത്. ഷുഗർ സിറപ്പ് നമ്മൾ ഉണ്ടാക്കിയെടുത്തില്ല, അപ്പോൾ അത് ഞാൻ പറയാം. അപ്പോൾ ഇതുപോലെ തന്നെ അടുത്ത ബാച്ചും ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാൻ സെക്കൻഡ് ബാച്ചാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ സെക്കൻഡ് ബാച്ചും റെഡി ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഞാൻ 2 കപ്പ് പഞ്ചസാര വെച്ചിട്ടാണ് ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിലേക്ക് 2.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കണം. രണ്ടര കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 3-4 ഏലക്ക ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് കുറച്ച് സാഫ്രോൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ഫോട്ടോ എടുക്കുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് സാഫ്രോൺ ഇല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ. റോസ് വാട്ടർ ചേർത്ത് കൊടുത്താലും മതി. ഇനി ഒന്നും ചേർത്തിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു അരമുറി നാരങ്ങ പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഗുലാബ് ജാമുൻ നമ്മൾ ഷുഗർ സിറപ്പിലേക്ക് ഇടുന്ന സമയത്ത് ഫ്രൈ ചെയ്ത ഉടനെ തന്നെ ഇട്ട് കൊടുക്കരുത്. മീൻസ് നമ്മുടെ ഷുഗർ സിറപ്പ് അത്യാവശ്യം നല്ല ചൂടുള്ള സമയത്താണ് ഗുലാബ് ജാമുൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഫ്രൈ ചെയ്ത ഉടനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോകും. നമ്മളെല്ലാം ഫ്രൈ ചെയ്ത് എടുത്ത് കഴിഞ്ഞിട്ട് ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പോഴേക്ക് നമ്മൾ തൊടുന്ന സമയത്ത് അത്യാവശ്യം ചൂടുണ്ടാവും. നല്ല തണുത്ത് പോവുകയും ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് ചെയ്യുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഷുഗർ സിറപ്പിലേക്ക് ഇട്ടിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അവസാനം എല്ലാം കൂടി ഇടാൻ നിൽക്കരുത്. അപ്പോൾ നല്ല തണുത്തിട്ടുണ്ടാവും ഗുലാബ് ജാമുന്. അപ്പോൾ ഞാനിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി നമ്മൾ ഈ ഒരു വെള്ളം ഒന്ന് ക്ലിയർ ആയി കിട്ടണം. അതായത് പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായി കിട്ടണം. അപ്പോൾ നന്നായിട്ട് തിളച്ചു, അത്യാവശ്യം നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഗുലാബ് ജാമുൻ ആഡ് ചെയ്ത പാട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യും. ഇപ്പോൾ തൊട്ട് നോക്കുമ്പോൾ മീഡിയം ചൂടുണ്ട് കേട്ടോ. ഈ ഒരു ചൂട് വേണം. അപ്പോൾ എല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെക്കാം. ഒരു മിനിമം ഒരു 2 മണിക്കൂറെങ്കിലും വെക്കുക. നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഓവർനൈറ്റ് വെച്ചോളും. ഓവർനൈറ്റ് വെച്ചാൽ സൂപ്പർ ടേസ്റ്റായിട്ട് കിട്ടുന്നുണ്ട്. ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോഴേക്കും ശരിക്കും ഓവർനൈറ്റ് തന്നെ വെക്കണം, ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. ഞാൻ പിന്നെ ഇപ്പം എടുത്തിട്ടില്ലെങ്കിൽ പിന്നെ ലൈറ്റൊക്കെ പോയിട്ട് വീഡിയോ ഭയങ്കര ലേറ്റായി പോവും. അപ്പോൾ ഞാൻ എടുത്തിട്ട് ഒന്ന് കാണിക്കാം നിങ്ങൾക്ക്. നല്ല സോഫ്റ്റാട്ടോ. പിന്നെ ഇത് സെർവ് ചെയ്യുന്ന സമയത്ത് ആ ഷുഗർ സിറപ്പ് ഇതുപോലെ ഇതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കണം. ഷുഗർ സിറപ്പ് ഒഴിവാക്കരുത്, ഇത്രയും ടേസ്റ്റിയാണ്. ഇതിൻ്റെ ഉള്ളിൽ കണ്ടില്ല, നല്ല സോഫ്റ്റാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല മൊഞ്ചുള്ള ഗുലാബ് ജാമുൻ തന്നെയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാം. ഇതിൻ്റെ സമയത്തൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് പറയാം. താങ്ക് യു.